മഹേന്ദ്രന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണാം. ഞാനൊന്ന് എന്റെ മോനെ കയറി കണ്ടിട്ട് വരാം. ആരെയും നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. ഇത് ചെയ്തത് ഇപ്പൊ ഇവിടുന്ന് അനിയന്റെ പേരിൽ പൂങ്കണ്ണീര് പൊഴിച്ചിട്ട് പോയ കലാവതിയാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അഭിമന്യു പറഞ്ഞത് നേരാ. കലാവതി പഞ്ചരത്നത്തിൽ എൻ്റെ മക്കളോട് അടുത്തതും ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ മുന്നിട്ടിറങ്ങിയതിലൊക്കെ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ഇനിയിപ്പോ പ്രശ്നക്കാരനായ സ്വന്തം അനിയനെ ഒതുക്കാൻ വേണ്ടി കലാവതി പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ തന്നെ ആയിരിക്കും ഇത്. ഒന്നും പറയാൻ പറ്റില്ല വിവേകെ. കലാവതി ആർക്കെതിരെ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഈശ്വരന് പോലും പ്രവചിക്കാൻ പറ്റില്ല. ഈ കലാവതി എന്ന് പറയുന്നതേ ഒരു ദുരൂഹത, ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ജന്മം. അഭിമന്യു സാറിന്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അടിപൊളിയാ. ഇതിന് ഇത്രയും രുചിയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൊറോട്ടയും ചിക്കൻ കറി ഒഴിവാക്കി ഫ്രൈഡ് റൈസ് ആക്കിയേനെ. അയ്യോ കഴിക്കേ. നിങ്ങളെന്തിനാ നിർത്തിക്കളഞ്ഞത്? ആഹാരം കഴിക്കുന്ന സമയത്ത് കാലം വന്നാലും എഴുന്നേക്കരുതെന്നാ പ്രമാണം. നിങ്ങളിരുന്ന് സമാധാനമായിട്ട് കഴിക്കേ. ഫുഡൊക്കെ ഒരുപാട് ബാക്കിയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ്. അയ്യോ, അപ്പൊ ഈ ബാക്കി വന്ന ഫുഡൊക്കെ എന്ത് ചെയ്യാം അമൃതേച്ചി? എന്തായാലും വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ല. രാത്രിയിൽ ഇപ്പൊ ഇത്രയും നേരമായില്ലേ. നീനു, ബാക്കി വരുന്ന ഫുഡ് ഫ്രീസറിൽ വെച്ചേരെ. അത് പാക്ക് ചെയ്ത് രാവിലെ ശരണാലയത്തിൽ എത്തിച്ചാൽ മതി. അവിടുത്തെ കുഞ്ഞുങ്ങള് സന്തോഷത്തോടെ കഴിച്ചോളൂ. ശരി മോളെ, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. അഭിയേട്ടൻ പറഞ്ഞതുപോലെ ഈ പൊട്ടിത്തെറിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ആ കേക്ക് ഓർഡർ ചെയ്ത ബേക്കറിയിലൊന്ന് വിളിക്കണം അഭിയേട്ടാ. ആ സ്പാർക്ലിംഗ് ക്യാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. അതൊക്കെ ഞാൻ നേരത്തെ അന്വേഷിച്ചതാ. ബേക്കറിക്കാരുണ്ടാക്കിയത് കേക്ക് മാത്ര. സ്പാർക്ലിംഗ് ക്യാൻഡില് അവർ പുറത്തുനിന്ന് വാങ്ങിച്ചതാ. അത് വാങ്ങിയ കടയുടെ അഡ്രസ്സും ഫോൺ നമ്പരും അയാൾ എനിക്ക് തന്നു. ഞാൻ അവരെ വിളിക്കുകയും ചെയ്തതാ. പക്ഷെ നേരം വൈകുന്നുണ്ട് അവർ ഫോൺ എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ അവിടെ നിന്ന് പോകാം ബേട്ടാ. അവർ കൊടുത്തുവിട്ട സ്പാർക്ലിംഗ് ക്യാൻഡിൽ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അഭിയേട്ടന്റെ നിലപാട് തന്നെയാണ് ശരി. ബർത്ത്ഡേ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അന്വേഷിക്കണം. ഉറപ്പായിട്ടും. പക്ഷേ അന്വേഷണം നടത്തേണ്ടത് നമ്മളല്ല, പോലീസാ. നാളെ തന്നെ ഞാൻ അമൃതയെ കൊണ്ട് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുപ്പിക്കാം. കമ്മീഷണർ എൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം. ഇതിലൊരു കേസിന്റെ ആവശ്യമില്ല. എന്റെ അനിയനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ തന്നെ ശിക്ഷിക്കും. അതിനെനിക്ക് ഒരു നിയമ സംവിധാനത്തിന്റെ ആവശ്യമില്ല. അത് പിന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നിയമപരമായി അന്വേഷിക്കുന്നതിനല്ലേ നല്ലത്. അഭിയേട്ടൻ പറഞ്ഞാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നത്. നമ്മളൊരു പോലീസ് കേസ് കൊടുത്താൽ എന്താ സംഭവിക്കുക? പോലീസ് വരും, അന്വേഷിക്കും, ചിലപ്പോ കുറ്റക്കാരെ കണ്ടെത്തും. അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് കണ്ടെത്തിയാൽ തന്നെ അവർക്കൊരു സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടുകയും ചെയ്യും. ഭരണഘടനയും പോലീസും കോടതിയൊന്നുമല്ല ഈ കലാവതിയുടെ നിയമം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.